ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സംഭവം എന്താണെന്ന് നിങ്ങൾ ക്യാപ്ഷനൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:51 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ ശരിയാവില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ കാര്യങ്ങൾ ആലോചിച്ചു, ബുക്ക് വായിക്കാൻ ആലോചിച്ചു, പെയിൻറ്റിങ് ചെയ്യാമെന്ന് ആലോചിച്ചു. പക്ഷേ പെയിൻറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ അതിൻ്റെ ഉപകരണങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഞാൻ ലാസ്റ്റ് വിചാരിച്ചു വീട്ടിലുള്ള 2 കുഞ്ഞു പൊട്ടറ്റോസ് കൊണ്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഇപ്പോൾ അതിനുള്ള പരിപാടിയിലാണ്. ഞാൻ എപ്പോഴൊക്കെ ബോറടിക്കുന്നോ അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഇപ്പോൾ ഇന്നത്തെ ഒരു കിച്ചണിൽ തന്നെയായിരിക്കും കേട്ടോ. വേറെ ഒന്നും എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറില്ല. കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ദിവസമാണിന്ന്. ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ എല്ലാ ദിവസത്തെയും പോലെ നാളെ നാളെ നീളെ നീളെ എന്നും പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഇനി നാളത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് വരുന്നില്ല ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം, ഉച്ചയാകുമ്പോഴത്തേക്ക് ആ ഒരു ട്രാക്കിലേക്ക് വന്നാലോ എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിനുള്ള തന്ത്രപ്പാടുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ ഇന്നത്തെ പാതി ദിവസം നമുക്ക് എന്തായാലും പോയി കിട്ടും. കാരണം ഇതേപോലെ കുക്ക് ചെയ്യുക, അതിൻ്റെ വീഡിയോ എടുക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ആയിട്ട് ഇന്ന് എനിക്ക് എന്നെ എൻഗേജ് ചെയ്ത് വെപ്പിക്കാൻ പറ്റുമല്ലോ. അത് മാത്രമല്ല അതെല്ലാം കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ മാറ്റി വെച്ചേക്കുന്ന കുറേ കാര്യങ്ങളും കൂടെ, കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു സ്റ്റാർട്ടിംഗ് എങ്കിലും ഇന്ന് ചെയ്ത് തുടങ്ങാം എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതാ കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ചെറിയ 2 പൊട്ടറ്റോസ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ചെറിയ പ്ലേറ്റ് ആട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്യാനായിട്ടുള്ള പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ ഉണ്ടല്ലോ, ഈ രാവിലെ എഴുന്നേൽക്കുന്നത് ഭയങ്കര നല്ല കാര്യമാണെങ്കിൽ പോലും നമുക്കൊന്നും ചെയ്യാനില്ലാത്ത ദിവസങ്ങൾ നമ്മൾ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത് നല്ലത്. കാരണം നമ്മൾ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നെങ്കിൽ ആ സമയം ആ ദിവസം പെട്ടെന്ന് പോണ പോലെ തോന്നും, ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിലോ അത് ഭയങ്കര ലെങ്തി ആയിട്ട് ഇങ്ങനെ പയ്യെ പയ്യെ പോകുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാനില്ലെങ്കിൽ നമ്മൾ വൈകി എഴുന്നേൽക്കുന്നത് നല്ലത്. പക്ഷേ അതിനിടയ്ക്ക് നമ്മുടെ വീട്ടിൽ വന്നൊരു ആശാനാട്ടോ ഇത്. പുള്ളിക്ക് നല്ല ബ്ലൂ ഐ ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ എഴുന്നേൽക്കുന്നത് തന്നെ. എല്ലാ ദിവസവും കോളേജിൽ പോകുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്ത് എഴുന്നേറ്റ് ഇപ്പോൾ എനിക്ക് വൈകി എഴുന്നേൽക്കാനേ പറ്റാറില്ല. ഏറ്റവും കൂടിപ്പോലെ ഒരു 8 മണി. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം വരാറേ ഇല്ല. ഞാൻ തന്നെത്താൻ എണീറ്റ് വരാറുണ്ട്. പണ്ടൊക്കെ അതൊക്കെ ഒരു ഹാബിറ്റായി ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറേ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും അതൊന്നും നടന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിലോ എനിക്ക് വലിയ ആവശ്യമില്ലാത്ത സമയത്ത് അതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഞാനൊരു ബുക്കൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ബുക്ക് വായിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നീട് ഞാനത് മടി കാരണം വേണ്ടാന്ന് വെച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിക്കുന്നതിൻ്റെ ഒപ്പം ബുക്ക് വായിക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് സമാധാനമായിട്ട് ആദ്യം ഇരുന്ന് കഴിക്കാം, എന്നിട്ട് നമുക്കെല്ലാം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ബുക്സൊക്കെ വായിക്കുന്ന വളരെ നല്ല കുട്ടിയാണ്. പക്ഷെ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം റീഡിംഗ് എന്ന് പറഞ്ഞതിൻ്റെ അരികിൽ കൂടെ പോലും പോയിട്ടില്ല. പക്ഷേ ഞാനത് ഭയങ്കരമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക എന്നത് തന്നെയാണ്. അപ്പോൾ ദാ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നിട്ട് ബാക്കിയൊന്ന് ഓയിൽ ഒരു കുപ്പിയിലാക്കി മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ബുക്സ് കാണിച്ചു തരാം. കുറച്ച് ബുക്സ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, ആകെയുള്ള 3 ബുക്ക് മാത്രമാണ്. ഇതിൽ ഏത് ബുക്ക് വായിക്കുമ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഇതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു, പക്ഷെ ഒന്നും നടക്കാറില്ല. ഇപ്പോൾ ഈ കാണിക്കുന്ന ബുക്ക് ഞാൻ ഈ റീസെൻ്റായിട്ട് മേടിച്ചതാട്ടോ. ബാക്കി 2ഉം കുറേ നാളുകളായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. പക്ഷേ ഇതിൽ 3ഉം ഞാൻ വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ദാ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിരുന്നു. പക്ഷെ എനിക്ക് ഉറക്കം വന്നു. അപ്പോൾ ഞാൻ കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റപ്പോൾ ഉച്ചക്ക് നമുക്ക് കഴിക്കാനായിട്ട് ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് മാറ്റി വെക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ പോയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.